അസ്സലാമലൈക്കും. ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് ഞാനൊരു സ്റ്റഫ്ഡ് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. ഇന്ന് പൊലച്ചക്ക് ഒരു എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചിട്ട് നോമ്പ് പിടിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 3-3:30 സമയമാണ് കേട്ടോ. നന്നായിട്ട് ഇരുണ്ട് കെട്ടി മൂടി നല്ലൊരു മഴ അങ്ങ് പെയ്ത് കറണ്ടും പോയി അതിൻ്റെ കൂടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഞാനൊരു സ്റ്റഫ്ഡ് പൂരി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ പൂരിക്കുള്ള ഡോ നമ്മൾ കുഴച്ച് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ആട്ടപ്പൊടി, 1/4 കപ്പ് റവ, പിന്നെ കുറച്ച് ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് ഞാനിത് കുഴച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്, ഇതിൽ റവ ആഡ് ചെയ്യണത് ഒരു ഇച്ചിരി ക്രിസ്പി ആയി കിട്ടാനാണ് പൂരി. മൈദ ആഡ് ചെയ്യണത് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോവാണല്ലോ, അപ്പം അത് പൊട്ടിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വെച്ച്, ഈ ടൈമിൽ ഞാൻ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെർമിസെല്ല എടുത്ത് എന്നിട്ട് അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു സൈസിൽ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച്, അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും തൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞേരെ ഇതിന് പച്ചവെള്ളം വെച്ചിട്ട് ഊറ്റി വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ചെറുതായി അരിഞ്ഞ ഉള്ളി ആഡ് ചെയ്ത് ചിരിപ്പിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത്, ഇതിലേക്ക് ഇനി ഞാൻ ഒരു 1/2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കി. അപ്പം പോരാൻ തോന്നിയപ്പം ഞാനൊരു ഫുൾ ടൊമാറ്റോ തന്നെ അതേ സൈസിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് നല്ലോണം ഇളക്കി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായപ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച വെർമിസെല്ലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ ഈ വെർമിസെല്ലിയിൽ ഫുള്ളായിട്ട് ആവണ പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്ത്. ഇതിൽ ഞാൻ അധികം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല, കാരണം ഉള്ളി സോട്ട് ചെയ്യാനും ഉപ്പ് ഉപയോഗിച്ചിരുന്നു, വെർമിസെല്ലിയും ഞാൻ വേവിക്കാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ഫില്ലിങ് റെഡി ആയതിനു ശേഷം നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായതിന് പൂരീൻ്റെ ഡോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് എന്നിട്ട് 2 പോർഷൻ ആക്കിയെടുത്ത്, നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പൂരീസ് ആക്കിയിട്ട് ഉണ്ടാക്കാം. ഞാൻ പക്ഷേ 2 പോർഷനാക്കി 2 വലിയ പൂരി ഉണ്ടാക്കിയിട്ട് അതിന് ചെറിയ ചെറിയ പൂരീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു പൂരിയിലേക്ക് കുറച്ച് സ്റ്റഫിങ് വെച്ച് മറ്റേ ഒരു പൂരി വെച്ചിട്ട് ഇതിനെങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ സ്റ്റഫ്ഡ് പൂരി ഉണ്ടാക്കിയത്. ഇത് നന്നായിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൂരി മാത്രം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ അത് വേഗം പൊരിച്ചിട്ട് കോരിയെടുക്കണം. ഇങ്ങനെയല്ല പൂരി ഞാൻ പൊരിച്ചെടുത്ത്. ഇന്ന് നല്ല ചോറും മോരുകറിയും മീൻകറിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഉള്ളത്. അപ്പം വെച്ച് മീനൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു. ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയാബീൻക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ ഒരു കോഴിമുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോയാബീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിലിട്ട് അതിലേക്ക് ഈ സോയാബീന് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിനൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വെന്ത് വന്നേരം ഞാൻ അതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത്, ഭയങ്കര തിന്നായി അരിഞ്ഞ് വെച്ചതാണ്. അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ഉള്ളി ഒന്ന് വെന്ത് വരുന്ന ടൈമും കൊണ്ട് സോയാബീനും ഒന്ന് വെന്ത് വരും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്, ഉള്ളി ഒന്ന് വഴണ്ട് വന്നേരെ ഒരു തക്കാളി അതും ചെറുതായി സ്ലൈസ് ചെയ്തതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഞാൻ വേവാൻ വെച്ച്, എന്നിട്ട് അതൊന്ന് നല്ലോണം വഴണ്ട് വെന്ത് വന്നേരം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോമ്പുറക്ക് ടൈം ആകുമ്പോഴേക്കും സ്റ്റഫ്ഡ് പൂരിയും കട്ട് ഫ്രൂട്ട്സും പിന്നെ നല്ല തേങ്ങ അരച്ച മീൻകറി ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ സോയാബീൻ റോസ്റ്റ് ഉണ്ടായി, മോരുകറി ഉണ്ടായി, ചമ്മന്തിയുടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തതാണ്. നൂൽപുട്ട് ഉണ്ടായി, മീൻ പൊരിച്ചതുണ്ടായി. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് സ്റ്റഫ്ഡ് പൂരിയും ചമ്മന്തിയുടെയും കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നോമ്പ് തുറന്ന്. സ്റ്റഫ്ഡ് പൂരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടോ വരിക, ആ വെർമിസെല്ലിയൊക്കെ ഇങ്ങനെ അധികം മസാലയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിയൊക്കെ കൂട്ടി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് നൂൽപുട്ടും മീൻകറിയും കൂട്ടിയിട്ടാണ് ഞാൻ ആദ്യം കഴിച്ചത്. അതങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ചോറും മീൻ പൊരിച്ചതും മോരുകറിയും മീൻ കറിയും സോയാബീനൊക്കെ കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.